ഒടുവിൽ അത് സംഭവിച്ചിരിക്കുന്നു. അമേരിക്ക ഇറാനെ വലിയ രീതിയിൽ ആക്രമിച്ചിരിക്കുന്നു. പ്രധാനമായും ഇറാന്റെ 3 ആണവ കേന്ദ്രങ്ങളിലാണ് അമേരിക്ക ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഇട്ടത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. അമേരിക്ക ബങ്കർ ബ്ലസ്റ്റർ ബോംബുകൾ ഇറാന് നേരെ പ്രയോഗിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഇസ്രായേലിന് പോലും ഇല്ലാത്ത ബങ്കർ ബ്ലസ്റ്റർ ബോംബുകളാണ് ഇറാന്റെ ആണവ നിലയങ്ങൾക്ക് നേരെ അമേരിക്ക പ്രയോഗിച്ചിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ പ്രധാനമായും എടുത്തു കാണേണ്ട ഒരു വസ്തുതയാണ്. ഇനി അമേരിക്ക നേരിടാൻ പോകുന്നത് സർവനാശമാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. കഥയിലെ ട്വിസ്റ്റ് ഇവിടെയാണ് വരുന്നത്. അതായത് അമേരിക്ക ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഇറാൻ തിരിച്ചടിക്കാൻ ഒരുങ്ങുകയാണെങ്കിൽ ആ ഇറാന്റെ ഗതി അധോഗതിയായിരിക്കും എന്നുള്ളതാണ്. പോരാത്തതിന് അമേരിക്കയിലെ സകല മതസ്ഥാപനങ്ങളുടെയും സുരക്ഷ കൂട്ടിയിട്ടുണ്ട്. ഒരു ചാവേർ ആക്രമണം അമേരിക്ക ഭയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേൾഡ് ട്രേഡ് സെന്റർ ആക്രമണം നടന്നതുപോലെ ഒരു ആക്രമണം അമേരിക്ക ഇപ്പോൾ ഭയപ്പെടുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. എന്തായാലും അമേരിക്ക ഇപ്പോൾ ഇറാന് ശക്തമായിട്ടുള്ള വാണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഒരു ഇല അനങ്ങിയാൽ വീണ്ടും തിരിച്ചടിക്കും. ഇപ്പോൾ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇനി നമ്മുടെ ഊഴമാണ്. ഈ ഊഴം നമ്മളിതാ പ്രയോജനപ്പെടുത്താൻ പോവുകയാണ്. ആണവ കേന്ദ്രത്തിന് US നടത്തിയ ആക്രമണത്തിന് നേരെ ഇറാൻ വിനാശകരമായിട്ടുള്ള പ്രതികാര നടപടിയാണ് സ്വീകരിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. പശ്ചിമേഷ്യ അതിഭീകരമായി സംഘർഷാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ലോകരാജ്യങ്ങളെല്ലാം ഭയന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇറാൻ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ലഭിക്കുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് അമേരിക്കൻ നാവികസേനയ്ക്ക് നേരെ ഉടൻ മിസൈൽ ആക്രമണം നടത്താൻ ഇറാൻ ഒരുങ്ങുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന റിപ്പോർട്ട്. അത് മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് ഇറാൻ കുഴിബോംബ് വെച്ച് തകർക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നു. ഇപ്പോഴിതാ ഇറാൻ അതിന് ഒരുങ്ങുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടുള്ള സമീപകാല US വ്യോമാക്രമണങ്ങൾക്ക് ശക്തമായ മറുപടിയായി പരമോന്നത നേതാവ് അയത്തുള്ള അലി ഖമനേയി വാഷിംഗ്ടണിന് ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അമേരിക്കക്കാർ മുമ്പത്തെക്കാളും വലിയ നാശനഷ്ടങ്ങളും പ്രകോപനങ്ങളും പ്രതീക്ഷിക്കണം എന്നാണ് ഇപ്പോൾ ഖമേനി പറഞ്ഞിരിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിനെതിരായ പ്രകോപനപരവും അക്രമാത്മകവുമായിട്ടുള്ള ഒരു യുദ്ധ നടപടിക്ക് ശേഷം തിരിച്ചടിക്കാനുള്ള ഇറാന്റെ ദൃഢനിശ്ചയത്തെയാണ് ഈ പ്രസ്താവന സൂചിപ്പിക്കുന്നതെന്നാണ് ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങളടക്കം പറയുന്നത്. ഇന്ന് അമേരിക്ക നടത്തിയ ആക്രമണങ്ങളിൽ ഇറാനിലെ ഫോർദോ, നദാൻസ്, എസ്ഫഹാൻ എന്നിവിടങ്ങളിലെ 3 പ്രധാനപ്പെട്ട വമ്പൻ ആണവ കേന്ദ്രങ്ങളാണ് തകർന്നിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ മിസൈലുകൾ തയ്യാറാക്കാനുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ഖമനേയി തങ്ങളുടെ സൈന്യത്തിന് കൊടുത്തിരിക്കുന്നത്. ഇത് എങ്ങോട്ടേക്കായിരിക്കും പോകുന്നത് എന്നുള്ളതാണ്. അമേരിക്ക എടുത്തു പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ ഏതെങ്കിലും വ്യോമത്താവളങ്ങളെ അടിച്ചാൽ നിങ്ങൾ വളരെ വലിയ വില നൽകേണ്ടി വരും എന്നുള്ളതാണ്. ഇപ്പോൾ ബഹ്റിനിൽ ഉറപ്പിച്ചിരിക്കുന്ന US നാവികസേനയ്ക്ക് നേരെ മിസൈൽ ആക്രമണം നടത്താനും അമേരിക്കൻ, ബ്രിട്ടീഷ്, ജർമ്മൻ, ഫ്രഞ്ച് കപ്പലുകൾക്ക് തന്ത്രപ്രധാനമായിട്ടുള്ള ഹോർമൂസ് കടലിടുക്ക് അടച്ചിടാനും ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുകയാണ്. ആഗോള എണ്ണ കയറ്റുമതിക്ക് ഒരു സുപ്രധാന പാതയായ കടലിടുക്ക് മുൻകാലങ്ങളിൽ ഭൗമരാഷ്ട്ര സംഘർഷങ്ങളുടെ ഒരു കേന്ദ്ര ബിന്ദുവായിരുന്നു. കൂടാതെ അതിൻ്റെ സാധ്യത അടച്ചുപൂട്ടൽ ആഗോള വ്യാപാരത്തിനും സുരക്ഷയ്ക്കും ദൂരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും യുദ്ധം മൂർജിക്കുന്നു എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അമേരിക്ക കൂടെ ഡയറക്റ്റ് ഫൈറ്റിന് രംഗത്തെത്തിയതോടുകൂടി ഇറാന്റെ പിന്നിൽ ചൈനയും റഷ്യയും അടക്കം അണിനിരക്കുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം കഴിഞ്ഞ ദിവസം ഉത്തര കൊറിയയുടെ കിം ജോങ് ഉൻ അടക്കം ഡൊണാൾഡ് ട്രംപിന് വലിയ രീതിയിലുള്ള താക്കീത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.